ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് +2 ഇംഗ്ലീഷിലെ യൂണിറ്റ് 3യിൽ നിന്ന് സ്റ്റാമർ എന്ന പോയമാണ് റിട്ടൺ ബൈ സച്ചിദാനന്ദൻ. അതിൻ്റെ ഒരു ഷോർട്ട് സമ്മറിയും മലയാളം സമ്മറിയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നോക്കുക. ഓക്കെ. സ്റ്റാമർ, വിക്ക്. സ്റ്റാമർ എന്ന് പറയുന്നത് ഒരു വൈകല്യമല്ല, അത് വർത്തമാനത്തിൻ്റെ ഒരു രീതിയാണ്. ഒരു വാക്കും അതിൻ്റെ അർത്ഥവും തമ്മിൽ വരുന്ന ഒരു മൗനമാണ് വിക്ക്. മുടന്ത് വാക്കിൻ്റെയും പ്രവൃത്തിയുടെയും ഇടയ്ക്ക് വരുന്ന മൗനമായിരിക്കുന്നത് പോലെ. ഈ സെക്കൻഡ് സ്റ്റാൻസയിൽ വിക്കിനെയും മുടന്തിനെയും മൗനമായിട്ട് കൂട്ടിച്ചേർക്കുകയാണ് ഇവിടെ പോയിറ്റ്. തേർഡ് സ്റ്റാൻസയിൽ പറയുന്നത് കവി കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. വിക്ക് ഭാഷയ്ക്ക് മുമ്പ് വന്നോ അതോ അത് കഴിഞ്ഞാണോ വന്നത്? വിക്ക് ഒരു സംസാര ഭാഷ മാത്രമാണോ അതോ അതിൽ തന്നെ ഒരു ഭാഷയാണോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഭാഷാ പണ്ഡിതന്മാർക്ക് വിക്കുണ്ടാക്കുന്നു. ഇവിടെ കവി ഭാഷാ പണ്ഡിതന്മാരെ പറ്റി പരാമർശിക്കുന്നത് കവിയുടെ അഭിപ്രായത്തിൽ വിക്ക് തന്നെ ഒരു ഭാഷയാണ്. ഭാഷാ പണ്ഡിതന്മാരാണ് ഭാഷകളുടെ സയൻസിൽ കുറച്ച് സാമർഥ്യമുള്ളവർ. അതുകൊണ്ടായിരിക്കാം കവി ഭാഷാ പണ്ഡിതന്മാരെ പറ്റി ഇവിടെ പരാമർശിച്ചത്. നെക്സ്റ്റ് സ്റ്റാൻസയിൽ കവി പറയുന്നത് കവിയുടെ അഭിപ്രായത്തിൽ ഒരാൾ വിൽക്കുമ്പോൾ ആ ആൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അയാൾ വിൽക്കുമ്പോൾ അർത്ഥങ്ങളുടെ ദൈവത്തിന് ഒരു ബലി അയാൾ അർപ്പിക്കുകയാണ്. ഒരു ജനത മുഴുവനും വിൽക്കുമ്പോൾ അത് അതിൻ്റെ മാതൃഭാഷയാകുന്നു. ഇപ്പോൾ നമുക്ക് സംഭവിച്ചിരിക്കുന്നത് പോലെ. നെക്സ്റ്റ് സ്റ്റാൻസയിൽ പറയുന്നത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അദ്ദേഹവും വിക്കി കാണും. അതുകൊണ്ടാണ് മനുഷ്യൻ്റെ എല്ലാ വാക്കുകൾക്കും വിവിധ അർത്ഥങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് അവൻ പറയുമ്പോഴെല്ലാം അവൻ്റെ ആജ്ഞകൾ മുതൽ അവൻ്റെ പ്രാർത്ഥനകൾ വരെ അവൻ വിൽക്കുന്നത് കവിതയെ പോലെ. ഇവിടെ ജനങ്ങളുടെ പ്രാർത്ഥനയുമായിട്ട് പോയമിനെ കമ്പയർ ചെയ്തിരിക്കുകയാണ് പോയിറ്റ്. നമുക്കറിയാം ഒരാളുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് മീനിങ്സ് ആയിരിക്കും. അവർക്ക് എന്താ പ്രാർത്ഥിക്കാനുള്ളതെന്ന് അതുപോലെ ആവില്ല ഒരിക്കലും മറ്റൊരാൾക്ക്. അതുപോലെ തന്നെയാണ് ഒരു പോയം എന്ന് പറയുന്നതും. ഒരു പോയം ഒരാൾ വായിക്കുമ്പോൾ ആ ഒരു കിട്ടുന്ന മീനിങ് ആയിരിക്കില്ല മറ്റുള്ള പീപ്പിൾക്ക്. ഡിഫറെൻ്റ് ആയിട്ടുള്ള മീനിങ് ആയിരിക്കും വ്യത്യസ്തമായിട്ടുള്ള ജനങ്ങൾക്ക്. സോ ഇവിടെ പോയമിനെ മാൻസിൻ്റെ പ്രേയേഴ്സിനുമായിട്ട് കമ്പയർ ചെയ്തിരിക്കുന്നത് ഒരു നല്ലൊരു പോയിൻ്റാണ്. ഇതാണ് നമ്മുടെ സ്റ്റാമർ എന്ന പോയം. ഇനി നമുക്കിതിൻ്റെ ഒരു ഷോർട്ട് സമ്മറി നോക്കാം. ഒരു അപ്രിസിയേഷനൊക്കെ നൽകുകയാണെങ്കിൽ അതിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയ പോയിന്റ്. പോയമിൻ്റെ എക്സാമിനൊക്കെ അപ്രിസിയേഷൻ ക്വസ്റ്റ്യൻ തരികയാണെങ്കിൽ ഈ ഒരു ഷോർട്ട് നോട്ട് വെച്ച് എഴുതിയാൽ മതി. ഓക്കെ. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. Thanks to all.